ഗൈസ്, അപ്പോൾ നമ്മളിന്ന് ത്രിഫ്റ്റിങ്ങിന് വേണ്ടി പോവാട്ടാ. വേറെ എവിടെയില്ല, ചിറ്റ്പേട്ടാണ്. അപ്പോൾ നമ്മുടെ പിള്ളേരൊക്കെ ഉണ്ട് കേട്ടാ നാട്ടിൽ നിന്ന്, നമ്മുടെ അജയേട്ടൻ്റെ ടീംസ്. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ പോയിട്ടുള്ള ബാക്കി വിശേഷങ്ങൾ കാണാം. അങ്ങനെ നമ്മൾ നമ്മുടെ ലൊക്കേഷനിൽ എത്തിയിട്ടാ. അപ്പോൾ മെയിൻ സ്ട്രീറ്റിലേക്ക് പോവാണ്. ഇപ്പം അജയേട്ടാ പോലെ അല്ല, പിന്നെ നമ്മള് മാത്രല്ല കേട്ടോ, നമ്മള് മാത്രല്ല, ബാക്കിൽ കുറെ ടീംസ് ഉണ്ട്. ബാക്കിലുള്ള ടീംസും മലയാളീസ് ആട്ടാ. ആൾക്കാരൊക്കെ മെല്ലെ വന്നിറങ്ങിയിട്ടാണ്. ആ സൈഡിലും കുറച്ച് ടീംസ് ഉണ്ട്. അതൊക്കെ കരിമ്പിന്റെ വണ്ടിയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ചേട്ടാ നമുക്ക് സാധനം വേണ്ടേ? അല്ല, പിന്നെ അവിടെ അപ്പുറത്തും പിള്ളേര് വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടാ, നമ്മള് മാത്രല്ല. ഇവിടെ നല്ല ഓപ്പൺ ആയിട്ട് കേട്ടാ, എല്ലാവരും വന്നിറങ്ങി. പുള്ളിക്കാരെ ചാക്ക് പൊട്ടിച്ചിട്ടു കേട്ടാ. പിന്നെ അവിടെ നിറച്ച ആൾക്കാരായി. ഈ വിൽക്കാൻ വന്ന മച്ചാനെ ഒടുക്കത്തെ ബുദ്ധിയാട്ടാ. കാരണം പുള്ളിക്കാരൻ ഫസ്റ്റ് 200 രൂപ എന്നൊരു ഡ്രസ്സിന് പറഞ്ഞ. വാങ്ങാൻ വന്ന പിള്ളേരാണെങ്കിൽ ഡ്രസ്സ് കണ്ടതും വാരി എടുത്തോണ്ട് പോയിട്ടാ. കൊറേ പേര് 200 രൂപ കൊടുത്ത് സാധനം വാങ്ങിട്ടാ. എന്താ അവസ്ഥ? എന്താ അവസ്ഥ മടങ്ക്? നേരത്തെ 200 പറഞ്ഞ സാധനം മെല്ലെ 150 ആക്കിട്ടാ അവര്. അപ്പൊ പിന്നെ അജയേട്ടനോട് ഞാൻ പോയി പറഞ്ഞു സാധനം വാങ്ങിക്കൊന്നും നോക്കണ്ടെന്ന്. അപ്പൊ പുള്ളി തണവ് മാറാൻ വേണ്ടിട്ട് കുറച്ച് ഡ്രസ്സ് എടുത്തുട്ടാ. പുള്ളിക്ക് അത് അങ്കിടില്ല കറക്റ്റ് പാകായിരുന്നു കേട്ടാ. സമയം ഒരു 4:30 ഉണ്ട്. ഓരോ മുക്കിലും മൂലയിലും ആൾക്കാർ കൂടിക്കുന്നുട്ടാ. വേറെ ഒന്നുമല്ല, കച്ചവടക്കാര് വന്ന് അവരുടെ സാധനങ്ങൾ ഇറക്കി വെച്ചിട്ടുണ്ട്. ചാക്ക് പൊട്ടിച്ചപ്പ തന്നെ ഈച്ചക്കൂട്ടം പൊതിഞ്ഞ പോലെ ആൾക്കാരൊന്ന് പൊതിയാട്ടാ. നിങ്ങൾക്ക് തന്നെ കാണാട്ടാ, ഒരു മാതിരി ഇടിയും തിരക്കും. നമ്മുടെ ഒപ്പം വന്ന ടീംസൊക്കെ തള്ളു കെട്ടി ബാക്കിലെത്തിട്ടാ. ഈ തിരക്കടിക്കണത് 200 രൂപയ്ക്ക് പാൻറ് വാങ്ങാൻ വേണ്ടിട്ടാ. പിന്നെ തൊട്ടപ്പുറത്ത് അടുത്തത് തുടങ്ങി. ഇവിടെ ഡ്രസ്സുകൾക്കൊക്കെ 50 രൂപയാന്ന് കേട്ടാ. അതുകൊണ്ട് തന്നെ പിള്ളേര് വേസ്റ്റിൽ നിൽക്കുന്നത് പോലും മൈൻഡ് ആക്കിയില്ല. 50 രൂപയ്ക്ക് പുത്തൻ ഐറ്റംസ് ഒന്നും അല്ലാട്ടാ, യൂസ്ഡ് ഐറ്റംസ് ആണ്. പിന്നെ കിറുക്കന്മാര് വന്നേ. അവര് വന്നിട്ട് 2 വട്ടം ഹോൺ അടിച്ചു വിട്ടാ. പിന്നെ മെല്ലെ ഡോർ തുറന്ന് ഇറങ്ങിയിട്ട് അവരോട് പോയിട്ട് ക്ലോസ് ചെയ്യാൻ പറഞ്ഞു. പക്ഷെ അവര് വലിയ മൈൻഡ് ആക്കിയില്ല. പിന്നെ കച്ചവടക്കാരെ പിടിച്ചിട്ട് വണ്ടിയെ കയറ്റിട്ട് വിട്ടാ. പിന്നെ അങ്ങോട്ട് നിര ലാത്തി വീശലായി. അജയേട്ടനൊക്കെ ഓടിയിട്ടാ വന്നേക്കണേ. ഞാനും കിടന്നോടി. ഇവിടെയൊക്കെ ആൾക്കാര് സ്പ്രെഡായിട്ടുണ്ട്. നമ്മളിങ്ങനെ ദൂരത്ത് നിന്ന് നിരീക്ഷിക്കാട്ടാ സംഭവം എന്തേലും നടക്കണ്ടോന്ന്. പോലീസ് നല്ല വീശലാന്ന ഭാഗത്തെ. പിന്നെ ഈ ഓടണ മുതലുണ്ടല്ലോ, നമ്മുടെ ഒപ്പം വന്നിട്ടാവാട്ടാ. കിറുക്കന്മാര് ലാത്തിരുത്ത് വീശിപ്പോ അടി കിട്ടാണ്ടിരിക്കാൻ വേണ്ടി ഓടിയതാട്ടാ. നമ്മൾക്കിത് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആട്ടാ. ആദ്യമായിട്ടാണ് ഇങ്ങനെ സാധനങ്ങൾ വാങ്ങാൻ വന്നിട്ട് പോലീസുകാർ ലാത്തി വീശണം. വേറെ ഒന്നുമല്ല, അവിടുത്തെ വണ്ടികള് ബ്ലോക്ക് ചെയ്തിട്ട് ട്രാഫിക് ഉണ്ടാക്കിയതുകൊണ്ടാട്ടാ, വേറെ ഒന്നുമല്ല. ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാട്ടോ, അവിടെ പോലീസ് മെല്ലെ നടന്നു വരുന്നത്. അങ്ങനെ എല്ലായിടത്തും നിരാശാട്ടാ. സത്യം പറഞ്ഞ നമ്മുടെ കിളി പോയി. കഷ്ടപ്പെട്ട് പുലർച്ചെ എനിക്ക് വന്നിട്ട് ഒന്നും വാങ്ങാണ്ട് പോകേണ്ടി വരുമെന്ന്. നമ്മുടെ ചേട്ടനൊപ്പം വന്ന ആൾക്കാരനെ വിളിക്കാട്ടാ. കാരണം പോലീസ് ഒന്നിപ്പോ എല്ലാരും എങ്ങടൊക്കെ ഓടിയുണ്ട്. നമ്മളൊപ്പം വന്ന ആരെയും കാണാലേട്ടാ. അപ്പൊ അജയ് വിളിച്ചോണ്ടിരിക്കുക. നമ്മളിപ്പോ പോലീസിന്റെ കണ്ണ് വെട്ടിക്കാൻ വേണ്ടിട്ട് ഈ വഴി കൂടെ കയറാട്ടാ. എന്താ ചേട്ടാ എല്ലാരും വരണേ? അവിടെയും പോലീസ് ഉണ്ടോ? ആ, നമ്മളെ ടീമൊക്കെ ഉണ്ടല്ലേ. എന്തോട്ടാടാ നീ ഓടിയേ? കറക്റ്റ് കിട്ടിണ്ട്. എടാ ചെക്ക് ഓടണോ ഓട്ടം കാണണോ? നീയും ഒപ്പം പിന്നാലെ കറക്റ്റ് കിട്ടി. കച്ചവടക്കാരൊക്കെ പേടിച്ചിട്ട് മെല്ലെല്ലാം പാക്ക് ചെയ്ത് വെക്കുക. വേറൊന്നല്ല, തൊട്ടപ്പുറത്ത് തന്നെ പോലീസ് അവരിങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുക. പിന്നെ അത് മാത്രല്ല, നേരത്തെ ചതുരോടിയ പിള്ളേരല്ലേ, ശ്രദ്ധിച്ചു നോക്കിയാ കാണാൻ അറ്റത്തുണ്ട്. പോലീസ് നോക്കി അവരെ പേടിപ്പിക്കുന്നുണ്ട്. കുറച്ചപ്പോ പോലീസ് മെല്ലെ ബൈക്കൊക്കെ എടുത്തിട്ട് അവനെ ചേസ് ചെയ്ത് തുടങ്ങിട്ടാ. പിള്ളേരാണെങ്കിൽ കൊടുക്കത്തോട്ടം കണ്ടം വഴി ഉണ്ട് എല്ലാരും. ആ വഴി വിട്ടവരൊക്കെ കറങ്ങി തിരിഞ്ഞ് ഈ വഴി വന്നിട്ടാ. എല്ലാരും കൂട്ടത്തോടെ നിൽക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോ ആ സൈഡിൽ ഒരു കച്ചവടക്കാരൻ വന്നുട്ടാ. പിന്നെ അവിടെ കൂടി എല്ലാരും.
നമുക്കും പോണമെന്നുണ്ടാവുന്നു, പക്ഷെ അതിനുള്ള ധൈര്യം നമുക്ക് ഉണ്ടാവുന്നില്ല. വേറെ ഒന്നല്ല, ഒരു വട്ടം ഓടി എന്റെ കിതപ്പ് മാറിയിട്ടില്ലേ. പോലീസുകാരനെ കാണാണ്ട ഇപ്പൊ കച്ചവടക്കാരും എല്ലാ ഓട്ടോറിക്ഷയിൽ സാധനങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. തിരക്ക് കൂടി മിക്കവാറും പോലീസ് വീണ്ടും വരും കേട്ടാ. കാരണം മെല്ലെ ബ്ലോക്ക് അവർ വീണ്ടും സൃഷ്ടിക്കുന്നുണ്ട്. നമ്മുടെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഇവിടെ ഇത്ര നേരത്തെ വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടാ. ഒരു 5 മണി 5:30 നമ്മൾക്ക് എത്തിയാൽ മതി. അപ്പോഴേക്കാണ് എല്ലാം ഷോപ്പ് തുറക്കുള്ളൂ. നമ്മള് പറഞ്ഞ പോലെ ബ്ലോക്ക് വന്നപ്പോ കിറുക്കന്മാരും എല്ലാം വന്നിട്ടുണ്ട് വണ്ടിയായിട്ട്. ഇവര് വന്നപ്പോ അവിടെ ഉണ്ടാവുന്ന ഒരുവിധം പിള്ളേരൊക്കെ ഇറങ്ങി ഓടിണ്ടിട്ടാ. ബാക്കിയുള്ളവരൊക്കെ കൊടുക്കത്തെ തൊലിക്കട്ടി കേട്ടാ. ഒരാളവിടെ ഒന്നും വീണില്ല. അപ്പൊ ചിറ്റ്പേട്ടില് പർച്ചേസിന് ആൾക്കാരുടെ സ്ഥലത്തേക്ക് നമ്മള് റീൽസിൽ കാണാൻ അത്ര ഭംഗിയൊന്നുമില്ല കേട്ടാ. നല്ല തണുപ്പുണ്ട്, നീരൊഴിച്ച് വരാനും വേറെ എങ്ങോട്ടും പോകണ്ട. പിന്നെ എന്താ പറയാ, പോലീസ് അല്ല അടിയും. പക്ഷെ എല്ലായ്പ്പോഴും ഇങ്ങനെയാന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടാ. അങ്ങനെ പോലീസ് ജീപ്പ് സൈഡിൽ നിർത്തിയിട്ട് പോലീസുകാരൻ മെല്ലെ ഇറങ്ങി അങ്ങോട്ട് നടക്കുന്നുണ്ട്. അപ്പൊ മെല്ലെ പിള്ളേർ അവിടെ നിന്ന് മൂവ് ചെയ്ത് മാറുന്നുണ്ട്. പക്ഷെ പോലീസുകാരൻ വന്ന് പറഞ്ഞിട്ടും കച്ചവടക്കാരന് വലിയ കൂസലൊന്നും ഇല്ല കേട്ടാ. വേറെ ഒന്നുമല്ല, 5 മണിയായി സമയം. 5 മണിക്കാണ് കച്ചവടം സ്റ്റാർട്ട് ചെയ്യാന്ന് തോന്നുന്നുണ്ട്. കാരണം ഓരോ മുക്കിലും മൂലയിലായിട്ട് കച്ചവടക്കാരിങ്ങനെ സാധനങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ലോഡ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. അപ്പൊ അത് കണ്ടപ്പോഴാട്ടാ നമുക്കൊന്ന് സമാധാനമായി. അപ്പൊ പിന്നെ നമ്മളൊന്നും നോക്കില്ല, നമ്മളും മെല്ലെ ഇറങ്ങി കളത്തേക്ക്. അങ്ങനെ നമ്മൾ ഓപ്പോസിറ്റ് ചെയ്യേണ്ട ഒരു കടക്കാരൻ്റെ മുന്നിൽ പോയി കുറേ നേരം നിന്നുട്ടാ. എല്ലാവരും ഇങ്ങനെ വെയിറ്റിംഗ് ആണ്, ലോഡ് പൊട്ടിക്കാൻ വേണ്ടി വെയിറ്റിംഗ്. അങ്ങനെ മെല്ലെ ടേബിളൊക്കെ ആയിട്ട് അവർ വന്നുട്ടാ. 200 രൂപയ്ക്ക് നല്ല 2-3 കിഡിലൻ ജാക്കറ്റുകൾ നമ്മളും വാരിയിട്ടാ. വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, ഇവിടെ വന്നതിൽ 3/4 ഭാഗത്തിൽ കൂടുതലും മലയാളി സ്റ്റുഡൻസ് ആട്ടാ. മലയാളീസ്, നാട്ടിൽ നിന്ന് വന്നവരും ഇവിടെ ഉള്ളവരും. പിന്നെ ഞാൻ അങ്ങോട്ട് പർച്ചേസിന്റെ തിരക്കാന്ന് കേട്ടോ. അങ്ങനെ നേരം വെളുത്തിട്ടും കച്ചവടത്തിനൊരു കുറവില്ല. ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നെ. സത്യം പറയാലോ, ഒന്നും നോക്കല്ല, നല്ല കിഡിലൻ കളക്ഷൻസ് ആട്ടോ ഇവിടെ. ഡ്രസ്സ്, ചെരുപ്പ്, ബാഗ്, ഷൂസ്, ചപ്പല്, എന്തെന്നാ പറയാ, ഒരു ഇതെല്ലാ ഐറ്റംസും ഉണ്ട്. ഒരു 6:30-7 മണി ഇപ്പൊ സ്ട്രീറ്റ് ഇങ്ങോട്ട് ഫുൾ ഓൺ ആയിട്ടാ. 2 സൈഡും കച്ചവടക്കാർ വന്ന് നിറഞ്ഞു. ഇക്കാണ് 30 രൂപയുടെ ഡ്രസ്സോളാട്ടാ. 30 രൂപയ്ക്കെന്ന് പറയുമ്പോ യൂസറാണ് ഫുള്ള്. പക്ഷെ യൂസറിലും ആൾക്കാര് നല്ലത് നോക്കി തെരഞ്ഞെടുക്കുന്നുണ്ട്. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കിട്ടിയപ്പോ നമ്മള് മെല്ലെ തിരിച്ചു വിട്ടാ. റിട്ടേൺ പോണ വഴിക്കട്ടെ ഈ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടേ. പിന്നെ ഈ കാളരെ കൊമ്പ് കണ്ടപ്പോ നമ്മള് കാണിച്ചു തരാൻ വേണ്ടിട്ട് വീഡിയോ എടുത്താട്ടാ. ഭയങ്കര വെറൈറ്റി ഉണ്ട്. അത് മാത്രല്ല, ഒടുക്കത്തെ സൈസാട്ടാ. ഓരോന്നിന്റെ സൈസ് കണ്ടാ തന്നെ കിളി പോവും. സത്യം പറഞ്ഞ ഈ വീഡിയോ എടുക്കുന്നത് ഭയങ്കര പേടിച്ചിട്ടാ ഓടുകയാണ് ഞാൻ ചെയ്തത്. ഇവിടെ അങ്ങനെ ഓരോ ഏരിയ ഓരോ കച്ചവടക്കാർക്ക് ഡിവൈഡ് ചെയ്തേക്കട്ടാ. പൂക്കളുണ്ട്, പച്ചക്കറി ഉണ്ട്, അങ്ങനെ ഓരോരോ ഭാഗങ്ങളായിട്ട് ഡിവൈഡാ. ഇത് ബാംഗ്ലൂരത്തെ മുന്തിരിട്ടാ. അങ്ങനെ നമ്മള് പിള്ളേരെല്ലാരും കൂടി ഒരു മെട്രോ കയറി. എല്ലാവർക്കും നല്ല ക്ഷീണം കിട്ടാ. അജയ് ചേട്ടനൊക്കെ ഇവിടെ പടായിന്ന് വെച്ചാൽ ഉറങ്ങിന്നാട്ടാ. പുള്ളിയുടെ ഒപ്പം വന്ന ആൾക്ക് ചെറിയ ഷയ്യാട്ടാ. അതാട്ടാ ഫേസ് ഇങ്ങനെ പൊത്തി പിടിച്ചേക്കണ. അപ്പൊ ഈ കാണാതൊക്കെയാ നമ്മൾ അവിടെ നിന്ന് കളക്ട് ചെയ്ത ഐറ്റംസ്. സത്യം പറഞ്ഞാൽ തുച്ഛമായ വിലക്ക് ഇത്രയും ക്വാളിറ്റി ഐറ്റംസ് കിട്ടുന്നത് നമ്മൾ സ്വപ്നത്തെ പോലും വിചാരിച്ചിട്ടില്ല. നമ്മളെല്ലാരും നല്ല ഹാപ്പി ആട്ടാ. പിന്നെ നമ്മുടെ പിള്ളേര് വാങ്ങിയ ഡ്രസ്സോളാട്ടേ കാണുന്നത്. അവർക്കും കിട്ടിയ ഒരു ലോഡ് ഐറ്റംസ്. ഇതൊക്കെ കണ്ട് ഇങ്ങനെ വിഷമിക്കണം നമ്മുടെ രാഹുലിനെ കാണിച്ചിട്ടാ. ചെക്കന് വിഷമുണ്ട് വരാൻ പറ്റാത്തല്ലേ. പക്ഷെ ചെക്ക ഉറങ്ങിപ്പോയി, പാവം ചെക്കൻ. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, പിന്നെ ഫോളോ ചെയ്യാൻ മറക്കല്ലേ.